സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരുന്ന് ധാരാളമായി സ്റ്റോക്കുണ്ട്. ഈ സാമ്പത്തിക വർഷം 627 കോടി രൂപയുടെ മരുന്നുകൾ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ തുക മരുന്ന് വാങ്ങാൻ നീക്കിവെച്ചതായി മന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, മരുന്ന് ധാരാളമായി സ്റ്റോക്കുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം അനുഭവപ്പെടുന്നുമുണ്ട്. എന്ത് വിശദീകരണം, എന്ത് ന്യായീകരണമാണ് മന്ത്രി പറഞ്ഞത്? സംസ്ഥാനത്തെ പ്രാഥമിക കേന്ദ്രങ്ങളിലൊപ്പം തന്നെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെ വ്യാപകമായി മരുന്ന് ലഭ്യത കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വിവിധ മാധ്യമങ്ങൾ അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗികമായി 600 കോടിയിലധികം രൂപ ഇതിനായി മരുന്ന് ലഭ്യതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചത്. കൂടുതൽ പണം ഇക്കൊല്ലം 2023-24 വർഷവും മരുന്ന് ലഭ്യതയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് എന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി. വാർത്തകൾ പലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മരുന്ന് ലഭ്യത അല്ലെങ്കിൽ മരുന്ന് സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ ആവർത്തിച്ചിട്ടുള്ളത്. എല്ലാ ആശുപത്രികളിലും കൃത്യമായി മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട്. അത് അതിന്റെ ഡേറ്റാബേസിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, കേന്ദ്ര ഫണ്ട് കൃത്യമായി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ NHMന്റെ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ഇപ്പോൾ മന്ത്രി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ, പ്രത്യേകിച്ച് പനിക്കാലമാണ്, വിവിധ ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മരുന്നുകൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതികൾ ആരോഗ്യ വകുപ്പിനെതിരെ വ്യാപകമായി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ ഷോപ്പുകളിലും വിവിധ കാരുണ്യ പോലെയുള്ള വിവിധ മെഡിക്കൽ സെന്ററുകളും ഒക്കെ തന്നെ മരുന്ന് ലഭ്യത കൃത്യമായി നടക്കുന്നില്ല. വിവിധ അസുഖങ്ങൾക്ക് രോഗികൾ എത്തി മരുന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ള മറുപടി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെയൊന്നും സംഭവം സംസ്ഥാനത്തില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് മന്ത്രി ഇപ്പോൾ രംഗത്തെത്തിച്ചുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി പരിശോധിക്കുകയും അത് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പണം ചെലവാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് മരുന്ന് ലഭ്യത ഉറപ്പാക്കുമെന്നും മന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും മരുന്ന് ലഭിക്കാത്ത മുഖേനയില്ല. ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അതിനുള്ള മറ്റു മരുന്നുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ മരുന്നുകളുടെ പേരുകൾ ഡോക്ടർമാർ എഴുതുമ്പോൾ ഇനി അത് കൃത്യമായി രേഖപ്പെടുത്തുന്നത് അതിന്റെ മറ്റ് മരുന്നുകൾ ലഭ്യമാക്കുന്ന രീതിയിലൊരു സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.